എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പോൾ നമ്മളിന്നിവിടെ ചൊവ്വയുടെ ചാരവശാൽ ചൊവ്വ ലഗ്നം മുതൽ 12 രാശികളിൽ നിന്നാലുള്ള ഗുണദോഷ ഫലങ്ങളാണ് നമ്മളിവിടെ ഇന്ന് പറയുന്നത്. അപ്പോൾ ഈ ചൊവ്വ ലഗ്നം അതായത് ജന്മത്തിൽ നിന്നാൽ അതും ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ തന്നെ നിന്നാലുള്ള ഫലം ഇതാണ്. ഈ കുടുംബ ബന്ധുജനങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസം, കലഹം, ഭാര്യാഭർത്തൃ ഐക്യതക്കുറവ്, ലൈംഗിക സുഖ ഭോഗഹാനി, വിരഹം, ദുഷിച്ച കൂട്ടുകെട്ടുകൾ, അന്യജനങ്ങളിൽ നിന്ന് ദോഷാനുഭവങ്ങൾ, കാര്യതടസ്സം, രോഗങ്ങൾ അലട്ടുക, ശത്രുക്കളിൽ നിന്ന് ദോഷാനുഭവങ്ങൾ വരിക, വ്യവഹാര പരാജയം, കുടുംബ ബന്ധുജന വിരഹം, മനോദുഃഖം, രക്തരോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, ശരീരത്തിൽ മുറിവ്, ചതവ്, ഒടിവ് എന്നിവയ്ക്കും മേലധികാരികളെ കൊണ്ട് ദോഷഫലങ്ങളും, മാനഹാനി, ധനക്ലേശം, ജലദോഷം, പനി, വാത, പിത്തരോഗങ്ങൾ, സർക്കാർ സംബന്ധമായിട്ടുള്ള ദോഷഫലങ്ങൾ, ധനഹാനി, അഗ്നിമൂലവും ആയുധങ്ങൾ മൂലമുള്ള ആപത്തുകൾ, ദോഷാനുഭവങ്ങൾ, ശരീര സുഖഹാനി, ശരീരശോഷണം എന്നിങ്ങനെ ആണ് ഫലം. അപ്പം ചൊവ്വ ചാരവശാൽ 2-ൽ നിന്നാൽ ദുഷിച്ച കൂട്ടുകെട്ടുകൾ മൂലം അതിന് അവസരമൊക്കെ വന്നു ചേരും. ദുഷ്പ്രവൃത്തികൾ ചെയ്യുവാൻ അവസരം, സാഹചര്യം, അന്യസ്ത്രീ ബന്ധം, ശരീര ബലക്ഷയം, രോഗാദി ദുരിതങ്ങൾ, കാര്യതടസ്സങ്ങൾ, പ്രവർത്തന മാന്ദ്യത, ഉന്നത ജനങ്ങളിൽ നിന്നും ഗവൺമെൻറ് സംബന്ധമായോ ദോഷഫലങ്ങൾ, അഗ്നിമൂലം ദോഷം, ശത്രുഭയം, ധനനാശം, മിതത്വമില്ലാത്ത സംസാരം മൂലം ദോഷഫലങ്ങൾ, മനോദുഃഖം, ശരീര സുഖക്കുറവ്, രോഗങ്ങൾ, തസ്കരഭയം, കബളിപ്പിക്കൽ സ്വഭാവം, സംസാരത്തിന് കാഠിന്യം വരിക, സ്വന്തം തീരുമാനങ്ങൾ നടത്തുന്നവരായിരിക്കും, അന്യരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാത്തവരായിരിക്കും, പക്വതക്കുറവുണ്ടാവും, മനക്കെട്ടി ഇല്ലാതെ വരിക, ചതിയിൽപ്പെടുക, കുടുംബ ബന്ധുജനഹാനിയും ഈ കാലങ്ങളിൽ ഫലവത്തായിട്ട് വരാനുള്ള യോഗമുണ്ട്. അടുത്തത് ചൊവ്വ 3-ൽ നിന്നാലുള്ള ഫലമായിരിക്കും അടുത്ത എപ്പിസോഡിൽ പറയുക.